Hi all, welcome to ONCE. S5 elective subject ആയിട്ടുള്ള electric vehiclesലെ one of the important topic ആണ് hybrid electric vehicles. So നമ്മൾ ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് hybrid electric vehicles ആണ്. So നമ്മുടെ സിലബസിൽ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിക് വെഹിക്കിൾസ് എന്നുള്ള ഈ ഒരു സെക്ഷനിൽ 4 ഇമ്പോർട്ടൻ്റ് ക്ലാസിഫിക്കേഷനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. പിന്നെ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ്, അതുകൂടാതെ പ്ലഗ് ഇൻ ടൈപ്പ് ഇലക്ട്രിക് വെഹിക്കിൾസും വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷൻസിൽ നമ്മൾ ഈ സെഷനിൽ നോക്കാൻ പോകുന്നത് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് ആണ്. ഓക്കെ, സോ ഈ വാക്കിൽ നിന്ന് തന്നെ ഹൈബ്രിഡ് എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ ക്ലിയർ ആണ്. അതിനകത്ത് ബാറ്ററിയും വരും, അതുകൂടാതെ ഇൻറ്റേർണൽ കമ്പഷൻ എഞ്ചിൻ വരും. ഹൈബ്രിഡ് എന്ന് പറയുന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് പവർ ചെയ്യാൻ ബാറ്ററി ഉണ്ടാവും, അതുകൂടാതെ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനും ഉണ്ടാവും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ സ്ട്രക്ചർ നോക്കാം. അപ്പോൾ ഏതൊരു ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ഏതൊരു വെഹിക്കിൾ നമ്മൾ പഠിക്കുന്ന സമയത്തും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് അതിൻ്റെ അതിൻ്റെ ഇമ്പോർട്ടൻറ്റ് കീ കമ്പോണൻസ് അല്ലെങ്കിൽ പാർട്സ് ഏതൊക്കെയാണെന്ന്, വർക്കിംഗ് പ്രിൻസിപ്പിളിനെ പറ്റിയിട്ട് മനസ്സിലാക്കി വയ്ക്കുക. അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ആപ്ലിക്കേഷൻ, അതുകൂടാതെ ഒരു 3-4 റിയൽ ആയിട്ടുള്ള നമ്മുടെ റോഡ്സിൽ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കുന്ന കുറച്ച് മോഡൽസ് കൂടി പഠിച്ചു വയ്ക്കുക. അപ്പോൾ ഇത്രയാകുമ്പോൾ നമുക്കത് ആ ഒരു തിയറി ആയിട്ട് വരുന്ന സെക്ഷൻസൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്നു. അപ്പോൾ നോക്കാം ഫസ്റ്റ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്ന് പറയുമ്പോൾ തന്നെ ഹൈബ്രിഡ് വാട്ട് ഇറ്റ് മീൻസ് ദാറ്റ് ഇത് ഈ കേസിൽ ഇലക്ട്രിക് മോട്ടറും നമുക്കുണ്ട്, എഞ്ചിനുണ്ട്. ഓക്കെ, അതായത് EV ബാറ്ററി ബേസ്ഡ് ആയിട്ടുള്ള ബാറ്ററിയിൽ നിന്ന് എനർജി ഉൽപ്പാദിപ്പിച്ച് ഇലക്ട്രിക് മോട്ടറിലേക്കും ഫീഡ് ചെയ്യുന്നുണ്ട്. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനും ഉണ്ട്. ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിന് നമുക്ക് പവർ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ വേറൊരു കേസ് പറയുകയാണെങ്കിൽ നമ്മൾ എക്സ്റ്റേണലായിട്ട് ബാറ്ററി ചെയ്യാൻ, അതായത് ബാറ്ററി നമ്മൾ പ്ലഗ് ഇൻ ചെയ്ത് ബാറ്ററി പവർ ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിനകത്ത് തന്നെ ഈ ഒരു സെറ്റപ്പ്, അതായത് ബാറ്ററി ഓട്ടോമാറ്റിക്കായിട്ട് റീജനറേറ്റീവ് ബ്രേക്കിംഗ് വഴിയും അതുകൂടാതെ ഈ എഞ്ചിനിൽ നിന്ന് തന്നെ ബാറ്ററി റീചാർജ് ചെയ്യാൻ 2 മെത്തേഡ്സുകളാണ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസിലുള്ളത്. ഒന്ന് റീജനറേറ്റീവ് ബ്രേക്കിംഗ് വഴി, വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന പവർ തിരിച്ച് ഫീഡ് ചെയ്ത് നമുക്ക് ബാറ്ററിയിൽ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കാം, ബാറ്ററിയുടെ എനർജി റീചാർജ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യാം. അതുകൂടാതെ നമുക്ക് ഈ എൻജിൻ പ്രോപ്പറായിട്ട് ജനറേറ്ററിലേക്ക് ഫീഡ് ചെയ്ത്, അല്ലെങ്കിൽ ഈ എൻജിൻ ഡയറക്റ്റായിട്ട് ആ സമയത്ത് പ്രോപ്പറായിട്ട് നമ്മുടെ എൻജിൻ്റെ എനർജി യൂസ് ചെയ്തിട്ട് നമുക്ക് ബാറ്ററി ചാർജ് ചെയ്യുന്ന കേസ് ആയിരിക്കും നമ്മുടെ ഈ ഹൈബ്രിഡിൻ്റെ കേസിൽ ഉള്ളത്. നമുക്കത് നോക്കാം, വർക്കിംഗ് എങ്ങനെയാണെന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ജനറലായിട്ട് നമ്മൾ ഒരു ഓവർവ്യൂ ആയിട്ട് ഇപ്പോൾ നമ്മൾ പറഞ്ഞതാണ്. അതായത് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കേസിൽ ബാറ്ററി എക്സ്റ്റേണലായിട്ട് നമ്മൾ റീചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഹൈബ്രിഡ് എന്ന് പറയുന്ന വാക്കിൻ്റെ മീനിങ് നമ്മളിവിടെ പവർ ചെയ്യാൻ വേണ്ടിയിട്ട്, വണ്ടി മൂവ് ചെയ്യാൻ അല്ലെങ്കിൽ വണ്ടിയുടെ മെക്കാനിക്കൽ ഔട്ട്പുട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിനും യൂസ് ചെയ്യുന്നുണ്ട്, അതുപോലെ ഇലക്ട്രിക് മോട്ടറും യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ കമ്പൈൻസ് EV, ഈ HEV എന്ന് പറയുന്ന മോഡൽ, ഇറ്റ് കമ്പൈൻസ് IC എഞ്ചിൻ ആസ് വെൽ ആസ് ഇലക്ട്രിക് മോട്ടർ ടു ഡ്രൈവ് അവർ വെഹിക്കിൾ. ഇവിടെ ബാറ്ററി ചാർജ് ചെയ്യാൻ എക്സ്റ്റേണൽ സോഴ്സ് അല്ലെങ്കിൽ എക്സ്റ്റേണൽ ചാർജിങ് പോയിന്റിലേക്ക് നമ്മുടെ വെഹിക്കിൾ കൊടുത്ത് ചാർജിങ് യൂണിറ്റൊക്കെ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ, ബാറ്ററി ഇറ്റ് ഈസ് നോട്ട് ചാർജ്ഡ് ഫ്രം ദ എക്സ്റ്റേണൽ സോഴ്സ്. ബാറ്ററി ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? റീജനറേറ്റീവ് ബ്രേക്കിംഗ് വഴി നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുന്നു. ഓക്കെ, അത് കൂടാതെ എൻജിനിൽ നിന്നും ബാറ്ററി ചാർജ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു കേസ് എന്ന് പറയുന്നത്, ഈ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു കേസ് എന്ന് പറയുന്നത്. പക്ഷേ ഇത് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടെ എമിഷൻ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ പൊല്യൂട്ടൻസ് പുറത്തേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. കാരണം എന്താ, നമ്മുടെ എൻജിനുണ്ട്. അപ്പോൾ എൻജിൻ വർക്ക് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യണം, നമ്മളവിടെ കോൾ അല്ലെങ്കിൽ പെട്രോളിയം ബേസ്ഡ് ആയിട്ടുള്ള, മെയിനായിട്ട് പെട്രോൾ ഡീസൽ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വെഹിക്കിൾ വർക്ക് ചെയ്യിപ്പിക്കുന്നത്. അപ്പോൾ ആ പെട്രോളിയം പ്രോഡക്ട്സ്, ഫ്യൂവൽ ടാങ്ക് ഉണ്ടാവും. അപ്പോൾ ഫ്യൂവൽ വെച്ചിട്ട് നമ്മുടെ എൻജിൻ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ ബൈ പ്രോഡക്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ കേസിൽ ശരിക്കും പറഞ്ഞാൽ എമിഷൻ കുറച്ച് നമുക്ക് കൺവെൻഷണൽ വെഹിക്കിളിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എമിഷൻ കുറയ്ക്കാം. പക്ഷേ ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിളിനെക്കാളും കുറച്ചുകൂടെ എമിഷൻസ് ഉള്ള കേസാണിത്. ഓക്കെ, അപ്പോൾ ഫ്യൂവൽ നമുക്ക് ഈ ബാറ്ററി ബേസ്ഡ് ഇലക്ട്രിക് മോട്ടോർ റൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഫ്യൂവലിനെ നമുക്ക് ഫ്യൂവൽ ബേസ് ചെയ്ത് ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ റൺ ചെയ്യുന്നത് നമുക്ക് കുറച്ച് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ എഫിഷ്യൻസിയോടുകൂടി നമുക്ക് ആ എൻറ്റയർ ഇലക്ട്രിക് വെഹിക്കിൾ റൺ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഓക്കെ, അപ്പോൾ സേവിങ് ഓഫ് ഫ്യൂവൽ എന്ന് പറയുന്നൊരു കൺസെപ്റ്റും കിട്ടും. അതുപോലെ തന്നെ
സാധാ ഇൻറ്റേർണൽ കമ്പസ്റ്റൻ എഞ്ചിൻ ബേസ് ചെയ്തിട്ടുള്ള വർക്കിംഗ് വെച്ച് നോക്കുമ്പോൾ എമിഷൻസ് കുറയ്ക്കാനും ഈ പറയുന്ന ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഒരു സ്പെഷ്യാലിറ്റിയാണ്. ഓക്കെ, അപ്പോൾ ഈ ഫിഗർ നിങ്ങൾ നോക്കിയാൽ തന്നെ അറിയാം ഇതിൻ്റെ ബേസിക് പാർട്സ് എന്തൊക്കെയാണ്. ഫസ്റ്റ് EV പാർട്ട് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ ഇതിൻ്റെ ബേസിക് ഇലക്ട്രിക് മോട്ടറിനെ പവർ ചെയ്യാൻ ഈ ബാറ്ററി ഉണ്ട്, ഇവിടുന്ന് പവർ ചെയ്യുന്നൊരു കേസ് വരുന്നു. പിന്നെ നമുക്കൊരു കൺട്രോൾ യൂണിറ്റ് ഉണ്ട്, ഫുള്ളായിട്ട് ഇതിനെ മോണിറ്റർ ചെയ്യാൻ കൺട്രോൾ യൂണിറ്റ് ഉണ്ട്. അതുകൂടാതെ എഞ്ചിൻ്റെ പാർട്ടും ഉണ്ട്. ഓക്കെ, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ കിട്ടി, നമുക്ക് എന്താണ് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾ എന്നുള്ളൊരു ഓവർവ്യൂ കിട്ടി. അപ്പോൾ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിൻ്റെ ഓവർവ്യൂവിൽ നമ്മൾ പഠിച്ചത് എന്താണ്? ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിളിനകത്ത് നമുക്ക് കമ്പസ്റ്റൻ എഞ്ചിൻ IC എഞ്ചിനും ഉണ്ട്, അതുകൂടാതെ ബാറ്ററി പ്ലസ് EV മോട്ടർ. ഇതാണ് അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഇതാണ്. ഇനി നമുക്ക് അതിൻ്റെ ഇൻ ഡീപ്പ് ആയിട്ട് നമുക്ക് നോക്കാം, ഓരോ പാർട്സ് നമുക്ക് ഇൻ ഡീപ്പായിട്ട് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്ന മെയിൻ കമ്പോണൻസ് ആണ്. ഞാൻ പറഞ്ഞു നമുക്ക് എഞ്ചിനുണ്ട്, IC എഞ്ചിനുണ്ട്. IC എഞ്ചിനൊരു പ്രധാനപ്പെട്ട പാർട്ടാണ്. ഓക്കെ, അപ്പോൾ IC എഞ്ചിൻ വർക്ക് ചെയ്യണമെങ്കിൽ പ്രോപ്പറായിട്ട് നമുക്ക് ഫ്യൂവൽ ടാങ്ക് വേണം. ആ ഫ്യൂവല് പവർ ചെയ്ത് എഞ്ചിൻ വർക്ക് ചെയ്യുന്നു. ആ എഞ്ചിൻ യൂസ് ചെയ്ത് നമുക്ക് എന്തൊക്കെയുണ്ടാവും? വണ്ടി ഡ്രൈവ് ചെയ്യുകയും ചെയ്യണം, അതുകൂടാതെ നമ്മുടെ ബാറ്ററീനെ ചാർജ് ചെയ്യും. അപ്പോൾ രണ്ട് പർപ്പസാണ്. വെഹിക്കിൾ മൂവ്മെൻറ്റ് അല്ലെങ്കിൽ മെക്കാനിക്കൽ ഔട്ട്പുട്ട് റൊട്ടേഷൻ വഴി വെഹിക്കിളിൻ്റെ മൂവ്മെൻറ്റും വേണം, അതുകൂടാതെ ബാറ്ററീനെ ചാർജ് ചെയ്യേണ്ട കേസും നമ്മുടെ എഞ്ചിൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. ഫ്യൂവൽ പ്രോപ്പറായിട്ട് പവർ ചെയ്ത് വെഹിക്കിളിനെയും പവർ ചെയ്യണം, ബാറ്ററീനെ ചാർജ് ചെയ്യുകയും വേണം. ഇതാണ് നമ്മുടെ എഞ്ചിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത്. ദെൻ വരുന്ന ആളാണ് നമ്മുടെ ഇലക്ട്രിക് മോട്ടർ. ഇലക്ട്രിക് മോട്ടർ പ്രോപ്പറായിട്ട് ബാറ്ററി പവർ ചെയ്ത് നമ്മുടെ വെഹിക്കിളിനെ വർക്ക് ചെയ്യിപ്പിക്കുന്ന കേസാണ്. ഓക്കെ, ശരിക്കും പറഞ്ഞാൽ ഈ നമ്മുടെ IC എഞ്ചിനെ അസിസ്റ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റിയാണ് ആര്? ഇലക്ട്രിക് മോട്ടറിൻ്റെ, അല്ലേ? ഇറ്റ് ഡ്രൈവ്സ് എ വെഹിക്കിൾ ആസ് വെൽ ആസ് അസിസ്റ്റ് അവർ എഞ്ചിൻ നമുക്ക് പറയാം, IC എഞ്ചിൻ. നെക്സ്റ്റ് നമ്മുടെ ബാറ്ററിയാണ്. ബാറ്ററി പ്രോപ്പറായിട്ട് ഇറ്റ് സ്റ്റോഴ്സ് ഇലക്ട്രിക്കൽ എനർജി. റീചാർജബിൾ കണ്ടീഷനാണ്. എപ്പോഴാണ് റീചാർജ് ചെയ്യുന്നത്? ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് റീജനറേറ്റീവ് ബ്രേക്കിംഗ് വഴി റീചാർജ് ചെയ്യുന്നു. അതുകൂടാതെ എൻജിൻ ഓൾസോ ചാർജസ് ദ ബാറ്ററി. ഓക്കെ, നെക്സ്റ്റ് നമ്മുടെ ജനറേറ്ററിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് ഈ എൻജിനിൽ നിന്ന് കിട്ടുന്ന പവർ പ്രോപ്പറായിട്ട് ഇലക്ട്രിസിറ്റി ആയിട്ട് കൺവേർട്ട് ചെയ്ത് പ്രോപ്പറായിട്ട് ചാർജ് ചെയ്യാൻ, ബാറ്ററീനെ ചാർജ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റിയാണ് ആര്? ജനറേറ്റർ പാർട്ട് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ പവർ ഇലക്ട്രോണിക് പാർട്സ് ഉണ്ട്. പവർ ഇലക്ട്രോണിക് പാർട്സിൻ്റെ റെസ്പോൺസിബിലിറ്റി എന്ന് പറയുന്നത് പ്രോപ്പറായിട്ടുള്ള പവർ കൺവേർഷൻ, അല്ലേ? DC ബാറ്ററിയിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന എനർജി മോട്ടോർ വർക്ക് ചെയ്യണമെങ്കിൽ DC to AC കൺവേർഷൻ വേണം. അതുകൂടാതെ നമ്മുടെ വെഹിക്കിളിന് വേണ്ട ഓക്സിലറി പവർസ് DC ഇൻപുട്ടുകളെല്ലാം സാറ്റിസ്ഫൈ ചെയ്യേണ്ടത് ഈ പവർ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ്. അത് പ്രോപ്പറായിട്ട് പവർ കൺട്രോൾ ചെയ്യുക എന്നുള്ള റെസ്പോൺസിബിലിറ്റി നമ്മുടെ പവർ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റിനാണ്. ഇത് കൂടാതെ ഇലക്ട്രിക് മോട്ടോർ റൺ ചെയ്ത് നമ്മുടെ വീൽസിലേക്ക് പവർ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത് ട്രാൻസ്മിഷൻ യൂണിറ്റ് പ്രോപ്പറായിട്ട് ഇറ്റ് ട്രാൻസ്ഫേഴ്സ് പവർ ടു ദ വീൽസ്. ലാസ്റ്റ് നമ്മുടെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് സിസ്റ്റമാണ്. റീജനറേറ്റീവ് ബ്രേക്കിങ്ങിലൂടെ ഉൽപ്പാദിപ്പിക്കുന്ന എനർജി പ്രോപ്പറായിട്ട് പവർ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് കൺവേർട്ട് ചെയ്ത് തിരിച്ച് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാനും കൂടി എടുക്കും. അപ്പോൾ ഇത്രയും കമ്പോണൻസ് ആണ് നമ്മുടെ HEVസിൻ്റെ കേസിൽ വരുന്നത്, ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസിൻ്റെ കേസിൽ വരുന്നത്. ഇനി നമുക്കതിനൊരു വർക്ക് ഫ്ലോ നോക്കാം, എങ്ങനെയാണ് അത് വർക്ക് ചെയ്യുന്നത്, ഒരു HEV എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഫസ്റ്റ് തന്നെ നോക്കുക, വെഹിക്കിൾ ഇറ്റ് ഈസ് ആക്ച്വലി സ്റ്റാർട്ടിങ് വിത്ത് ഇലക്ട്രിക് മോട്ടർ. ബാറ്ററി പവർ ഉപയോഗിച്ച് ഇലക്ട്രിക് മോട്ടറാണ് ഫസ്റ്റ് നമ്മുടെ വെഹിക്കിളിനെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കുന്നത്. ഇനി സ്ലോ സ്പീഡൊക്കെ ആണെങ്കിൽ നമ്മുടെ വെഹിക്കിൾ ഇലക്ട്രിക് മോട്ടർ തന്നെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇനി ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്ത് ഇത് ഒരു ക്രൂയിസിങ് സ്പീഡിലേക്കൊക്കെ വരുമ്പോൾ ആര് വരും? എൻജിൻ വരും. IC എൻജിൻ ഇറ്റ് കംസ് ടു മോട്ടർ. അത് പ്രോപ്പറായിട്ട് നമ്മുടെ എൻജിനും മോട്ടറും ഒരുമിച്ച് വർക്ക് ചെയ്യും. ഇലക്ട്രിക് മോട്ടറിനെ അസിസ്റ്റ് ചെയ്യുന്ന റെസ്പോൺസിബിലിറ്റി കൂടി ആരേറ്റെടുക്കും? എൻജിൻ ഏറ്റെടുക്കും. ഓക്കെ, ഇനി ക്രൂയിസിങ് സ്പീഡിലേക്ക് വന്നു കഴിയുമ്പോൾ എൻജിൻ വിൽ ബി പ്രൈം സോഴ്സ് ഓഫ് അവർ വെഹിക്കിൾ. വെഹിക്കിളിൻ്റെ ഔട്ട്പുട്ട് മെയിനായിട്ട് കൈകാര്യം ചെയ്യുന്ന, അല്ലെങ്കിൽ എൻജിനായിരിക്കും ക്രൂയിസിങ് സ്പീഡിൻ്റെ റേഞ്ചിലേക്കൊക്കെ വരുമ്പോൾ നമ്മുടെ മെയിനായിട്ട് റോൾ എടുക്കുന്നത് എൻജിൻ തന്നെയായിരിക്കും. ദെൻ ബ്രേക്കിംഗ് കണ്ടീഷൻ്റെ സമയത്ത് എന്ത് പറ്റും? പ്രോപ്പറായിട്ട് ആ ബാറ്ററി റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബ്രേക്കിംഗ് കണ്ടീഷനിൽ ആ എനർജി പ്രോപ്പറായിട്ട് റിക്കവർ ചെയ്ത് പവർ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്സ് വെച്ച് കൺവേർട്ട് ചെയ്ത് തിരിച്ച് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ ബാറ്ററി റീചാർജ് ചെയ്യുന്നത് എൻജിൻ ത്രൂ എ ജനറേറ്റർ ആസ് വെൽ ആസ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ഇതാണ് നമ്മുടെ ഒരു HEVയുടെ വർക്ക് ഫ്ലോ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്നതും സ്ലോ സ്പീഡിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് മെയിനായിട്ട് ഇലക്ട്രിക് മോട്ടോർ തന്നെയാണ് അവിടെ വർക്ക് ചെയ്യുന്നത്. ഒരു ആക്സലറേറ്റിംഗ് കണ്ടീഷൻ, ഒരു ക്രൂയിസിങ് കണ്ടീഷൻ അതൊക്കെ വരുമ്പോൾ
നമ്മുടെ എഞ്ചിൻ പതുക്കെ അസിസ്റ്റ് ചെയ്ത് തുടങ്ങും. ഹൈ സ്പീഡിലേക്കൊക്കെ പോകുമ്പോൾ പ്രോപ്പറായിട്ട് വണ്ടിയുടെ ആ ഒരു എന്താ പറയുക പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ നമുക്ക് IC എഞ്ചിൻ തന്നെയായിരിക്കും വർക്ക് ചെയ്യും. ഓക്കെ, ബാറ്ററി കണ്ടീഷൻ അല്ലെങ്കിൽ ബാറ്ററി റീചാർജ് ചെയ്യുന്നത് എപ്പോഴാണ്? എക്സ്റ്റേണലായിട്ട് നമ്മൾ പവർ ചെയ്തിട്ട് ബാറ്ററി ചാർജ് ചെയ്യുക അല്ല ചെയ്യുന്നത് ഈ കേസിൽ, അത് പ്ലഗ് ഇൻ ടൈപ്പിലാണ് എന്ന് ഓർത്തിരിക്കുക. ബാറ്ററി എക്സ്റ്റേണലായിട്ട് നമ്മൾ ചാർജ് ചെയ്യുന്നത്. HEVസിൻ്റെ കേസിൽ ബാറ്ററി നമ്മൾ ചാർജ് ചെയ്യുന്നത് എങ്ങനെയാണ്? ഫ്രം എഞ്ചിനിൽ നിന്നും ചാർജ് ചെയ്യും, അതുകൂടാതെ റീജനറേറ്റീവ് ബ്രേക്കിംഗ് കണ്ടീഷനിൽ നമ്മൾ ചാർജ് ചെയ്യും. ഇതാണ് അതിൻ്റെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നൗ നമുക്കിതിൻ്റെ വർക്കിംഗ്. ഇപ്പോൾ നമ്മൾ പറഞ്ഞു EV അതായത് മോട്ടോർ വർക്ക് ചെയ്യുന്ന കണ്ടീഷനുണ്ട്, എൻജിൻ വർക്ക് ചെയ്യുന്ന കണ്ടീഷനുണ്ട്, റീജനറേറ്റീവ് ബ്രേക്കിംഗ് കണ്ടീഷനുണ്ട്, എൻജിനും മോട്ടറും ഒരേപോലെ വർക്ക് ചെയ്യുന്ന കണ്ടീഷനുണ്ട്. അങ്ങനെ പല കേസുകൾ നമ്മൾ പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് വർക്കിംഗ് ഓഫ് HEVs നമുക്ക് ഏകദേശം ഒരു 4 മോഡിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മുടെ ഇലക്ട്രിക് കണ്ടീഷൻ മാത്രം, ഇലക്ട്രിക് മോട്ടോർ വർക്ക് ചെയ്യുന്ന കേസ് മാത്രം നമുക്കായിട്ട് എടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഓരോ വർക്കിംഗ് കണ്ടീഷനിലും ഓരോന്നിൻ്റെയും സിമ്പിൾസ് ആദ്യം ഒന്ന് പറയാം, അപ്പോൾ നമുക്കൊരു ക്ലാരിറ്റി കിട്ടും. ഓറഞ്ച് കളറിൽ നമ്മൾ മാർക്ക് ചെയ്തിരിക്കുന്നത് നമ്മുടെ എഞ്ചിനാണ്. ഓക്കെ, മോട്ടർ, ഇതാണ് മോട്ടറിൻ്റെ ഒരു സിംബോളിക് റെപ്രസെൻറ്റേഷൻ. ദെൻ നമ്മുടെ ബാറ്ററി ഇവിടെ ഉണ്ട്. ദെൻ പിന്നെ നമ്മൾ വരുന്ന പവർ ഇലക്ട്രോണിക് പാർട്ടാണ്, പവർ ഇലക്ട്രോണിക് എക്യുപ്മെൻസിൻ്റെ പാർട്ട്. പിന്നെ മോട്ടറിൻ്റെ പവർ, മെക്കാനിക്കൽ റൊട്ടേഷൻ പ്രോപ്പറായിട്ട് നമ്മുടെ വീൽസിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യാൻ ഒരു ട്രാൻസ്മിഷൻ നെറ്റ്വർക്ക് ഉണ്ട്. പിന്നെ ലാസ്റ്റ് നമ്മുടെ വണ്ടിയുടെ വീൽസ് ഉണ്ട്. ഓക്കെ, ഇനി നമ്മൾ HEVസിൻ്റെ വർക്കിംഗ് 4 മോഡ്സിൽ നമ്മൾ പഠിക്കാൻ പോകും. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിക് മോട്ടോർ മാത്രം വർക്ക് ചെയ്യുന്ന കേസാണ്. വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കേസോ അല്ലെങ്കിൽ സ്ലോ ആയിട്ട് മൂവ് ചെയ്യുന്ന കേസോ എടുക്കാം. ആ സമയത്ത് ഇവിടെ നോക്കുക, ബാറ്ററിയിൽ നിന്ന് പ്രോപ്പറായിട്ട് പവർ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് വഴി പവർ കൺവേർട്ട് ചെയ്ത് DC-നെ AC ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മൾ മോട്ടറിലേക്ക് ഫീഡ് ചെയ്യുന്നു. മോട്ടർ എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്ത് വീൽസിലേക്ക് കൊടുക്കുന്നു. ഇതാണ് ഈ ഇലക്ട്രിക് ഒള്ളി എന്ന് പറയുന്ന കണ്ടീഷൻ. ആ സമയത്ത് നമ്മുടെ എഞ്ചിൻ ഓഫ് ആയിരിക്കും, ക്ലച്ച് ഓപ്പൺ കണ്ടീഷനിലായിരിക്കും, എഞ്ചിൻ ഓഫ് കണ്ടീഷനായിരിക്കും. ഓക്കെ, അപ്പോൾ ആ സമയത്ത് പക്ക ഒരു ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾ തന്നെയായിട്ടാണ് നമ്മുടെ HEV വർക്ക് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ആ സമയത്ത് നോക്കുക, വെഹിക്കിൾ റൺസ് ഒൺലി ഓൺ ഇലക്ട്രിക് മോട്ടർ, എൻജിൻ ഓഫ് കണ്ടീഷനിലാണ്, ബാറ്ററിയാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വെഹിക്കിളിനെ പവർ ചെയ്യുന്നത്. ഇത് എപ്പോഴാണ്? സ്റ്റാർട്ടിംഗ് കണ്ടീഷനിലോ അല്ലെങ്കിൽ ലോ സ്പീഡ് കണ്ടീഷനിലോ ആണ്. സെക്കൻഡ് കേസ് നമുക്ക് എടുക്കാം, നമ്മുടെ ഹൈബ്രിഡ് അല്ലെങ്കിൽ വണ്ടീനെ ഇലക്ട്രിക് മോട്ടോർ അസിസ്റ്റ് ചെയ്യുന്ന കേസ് എടുക്കാം. ഓക്കെ, അതായത് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് വണ്ടി മൂവ് ചെയ്ത് ഒരു ലോ സ്പീഡിൽ നിന്ന് കുറച്ചൊരു സ്പീഡ് വ്യത്യാസം വരുന്ന കണ്ടീഷൻ, ഒരു ആക്സലറേറ്റിംഗ് കണ്ടീഷനിലേക്ക് വരികയെന്ന് വിചാരിക്കുക. ആ സമയത്ത് എന്ത് സംഭവിക്കും? എൻജിനും അതുപോലെ തന്നെ ഈ പറയുന്ന ബാറ്ററി, എൻജിൻ ഈ ക്ലച്ച് ക്ലോസ് ചെയ്ത് പവർ ജനറേറ്റ് ചെയ്ത് നേരെ നമ്മുടെ മോട്ടോർ ഫീഡ് ചെയ്യുന്ന കേസ്, എൻജിനും അതുപോലെ തന്നെ ക്ലച്ച് ക്ലോസ് ചെയ്ത് നമ്മുടെ വെഹിക്കിളിനെ അസിസ്റ്റ് ചെയ്യും. അതുപോലെ തന്നെ ബാറ്ററിയിൽ നിന്ന് പവർ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് വഴി ഇലക്ട്രിക് മോട്ടോർ വഴി നേരെ ട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ഹൈബ്രിഡ് മോഡാണ് ഓപ്പറേറ്റ് ചെയ്യുക. എൻജിനും വർക്ക് ചെയ്യുന്നുണ്ട്, ആ സമയത്ത് ഇലക്ട്രിക് മോട്ടോറും വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ എൻജിൻ്റെ വർക്കിങ്ങിനെ, മോട്ടറിൻ്റെ ഈ പറയുന്ന വർക്കിങ്ങിനെ അസിസ്റ്റ് ചെയ്യേണ്ട റെസ്പോൺസിബിലിറ്റി ആരുടെയാണ്? നമ്മുടെ എൻജിൻ്റെയാണ്. ഓക്കെ, അപ്പോൾ ഈ പറയുന്ന മോട്ടോർ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് വണ്ടിയുടെ ആ ഒരു ആക്സിലറേറ്റിംഗ് കണ്ടീഷൻ പെർഫോമൻസ് മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ആര് വർക്ക് ചെയ്യണം? അതിൻ്റെ കൂടെ തന്നെ എഞ്ചിനാണ്. കണ്ടോ? അപ്പോൾ ബെറ്റർ ഒരുപാട് പവർ നമുക്ക് വണ്ടിയുടെ കേസിൽ ആവശ്യം വരുന്ന സമയത്ത് ബെറ്റർ പെർഫോമൻസ് കിട്ടാനും നമ്മുടെ ഈ ഒരു കണ്ടീഷനിലേക്കാണ്, ആക്സിലറേറ്റിംഗ് കണ്ടീഷനിലേക്ക് പോകുന്ന സമയത്ത് എഞ്ചിനും വർക്ക് ചെയ്യും, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് എന്ത് ചെയ്യും? ഈ പറയുന്ന ഇലക്ട്രിക് മോട്ടറും വർക്ക് ചെയ്യും. അപ്പോൾ ആ സമയത്ത് ക്ലച്ച് ക്ലോസ്ഡ് കണ്ടീഷനിലായിരിക്കും, എഞ്ചിൻ വിൽ ബി ഓപ്പറേറ്റിംഗ്. മോട്ടർ എങ്ങനെ വർക്ക് ചെയ്യും? മോട്ടർ ബാറ്ററിയിൽ നിന്ന് പവർ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് വഴി DC-നെ AC ആയിട്ട് കൺവേർട്ട് ചെയ്ത് മോട്ടർ പവർ ചെയ്ത് ട്രാൻസ്മിഷൻ സിസ്റ്റം വഴി ഓപ്പറേറ്റ് ചെയ്യും. എഞ്ചിനും വർക്ക് ചെയ്യും, എഞ്ചിൻ്റെ എനർജി പ്രോപ്പറായിട്ട് വീൽസിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യും. ക്ലച്ച് ഗിയർ സിസ്റ്റം വഴി നമ്മൾ പ്രോപ്പറായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യുകയും ചെയ്യും. ഈ പറയുന്ന ബാറ്ററി, പവർ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ്, ഇലക്ട്രിക് മോട്ടർ വഴി രണ്ടും. അപ്പോൾ ഈ പറയുന്ന മോട്ടർ, ആ സമയത്ത് മോട്ടർ വിൽ ബി അസിസ്റ്റിംഗ് എഞ്ചിൻ ഡ്യൂറിങ് ആക്സലറേഷൻ കണ്ടീഷൻ. ഇതാണ് നമ്മുടെ ഹൈബ്രിഡ് മോഡ്, ഹൈബ്രിഡ് അല്ലെങ്കിൽ ഇലക്ട്രിക് മോട്ടോർ അസിസ്റ്റ് ചെയ്യുന്നൊരു കണ്ടീഷൻ എന്ന് പറയും. മൂന്നാമത്തെ മോഡ് ഓഫ് ഓപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ബാറ്ററി ചാർജിങ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ പറഞ്ഞു 2 കണ്ടീഷൻ അല്ലെങ്കിൽ 2 കേസ് വഴിയാണ് നമ്മുടെ ബാറ്ററി ചാർജിങ്. എങ്ങനെയാണ്? ഒന്ന് റീജനറേറ്റീവ് ബ്രേക്കിംഗ് സംഭവിക്കുമ്പോൾ, മറ്റൊന്ന് എഞ്ചിനിൽ നിന്ന് നമുക്ക് ബാറ്ററീനെ ചാർജ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നോക്കുക, ആ സമയത്ത് എഞ്ചിൻ ആയിരിക്കും നമ്മുടെ ബാറ്ററീനെ ചാർജ് ചെയ്യുക. ക്ലച്ച് ക്ലോസ് ചെയ്ത് ഓട്ടോമാറ്റിക്കായിട്ട് ബാറ്ററി ചാർജ് ചെയ്യുന്ന കണ്ടീഷൻ. അപ്പോൾ മോട്ടർ ആ സമയത്ത് മേ ഓർ മേ നോട്ട് പ്രൊപ്പൽ ദ വെഹിക്കിൾ.
ഓക്കെ. ദെൻ ജനറേറ്റർ, ഈ മോട്ടർ ഇറ്റ് വിൽ ബി ആക്ടിങ് ആസ് എ ജനറേറ്റർ ആൻഡ് ഇറ്റ് വിൽ ബി കൺവേർട്ടിംഗ് ദ എനർജി ഇൻ ഓർഡർ ടു റീചാർജ് യുവർ ബാറ്ററി. ഇതാണ് നമ്മുടെ ബാറ്ററി ചാർജിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. കണ്ടോ? അപ്പോൾ ആ സമയത്ത് എഞ്ചിനിൽ നിന്ന് വരുന്ന പവർ ഈ മോട്ടർ ഒരു ജനറേറ്ററായിട്ട് ആക്ട് ചെയ്ത് പവർ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് ആ AC DC ആയിട്ട് കൺവേർട്ട് ചെയ്ത് നമ്മുടെ ബാറ്ററീനെ പവർ ചെയ്യുകയാണ് ചെയ്തത്. ഓക്കെ. സോ ഇതാണ് നമ്മുടെ ബാറ്ററി ചാർജിങ് കണ്ടീഷൻ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ കണ്ടീഷനാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് കണ്ടീഷനിൽ നടക്കുന്നത് ശരിക്കും എന്താണ്? നമ്മുടെ മോട്ടർ ആ സമയത്ത് ഒരു ജനറേറ്ററായിട്ട് ആക്ട് ചെയ്ത് ബ്രേക്കിംഗ് കണ്ടീഷനിൽ ഇവിടുന്ന് ഫീഡ് ചെയ്യുന്ന പവർ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് വഴി നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യണം. അതായത് കൈനറ്റിക് എനർജി ഓഫ് ദി റൊട്ടേറ്റിംഗ് വീൽസ് ഈസ് കൺവേർട്ടഡ് ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. ഉണ്ടാവും മെക്കാനിക്കൽ ഈ കൈനറ്റിക് എനർജി റൊട്ടേഷനെ നമ്മൾ പ്രോപ്പറായിട്ട് മോട്ടർ ജനറേറ്ററായിട്ട് വർക്ക് ചെയ്ത് പവർ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് വഴി നമ്മുടെ ബാറ്ററി ഗെറ്റ്സ് ചാർജ്. ബാറ്ററി ചാർജ് ചെയ്യുന്ന കണ്ടീഷനിലേക്ക് വരികയാണ്. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു 4 മോഡ്സ്, നമ്മുടെ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസിൽ വരുന്ന 4 മോഡ്സ് എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസിനെ മോഡ്സ് ഓഫ് ഓപ്പറേഷൻ അല്ലെങ്കിൽ ടൈപ്സ് ഓഫ് HEV എന്ന് പറയുന്നത് നമുക്ക് 3 കേസായിട്ട് തിരിക്കാം. ഫസ്റ്റ് കേസ് എന്ന് പറയുന്നത് നമ്മുടെ സീരീസ് ഹൈബ്രിഡാണ്. ഓക്കെ. സോ സീരീസ് ഹൈബ്രിഡിൻ്റെ കേസിലാണെങ്കിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇതുണ്ടാവും, എൻജിൻ ഡ്രൈവിംഗ് ദ ജനറേറ്റർ സപ്ലൈസ് ഇലക്ട്രിസിറ്റി ടു ദ മോട്ടറിൽ നിന്ന് നേരെ വീൽസിലേക്ക്. ഇങ്ങനൊരു ടൈപ്പ് കോൺഫിഗറേഷനാണ് നമ്മൾ സീരീസ് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. ഓക്കെ. പാരലൽ ഹൈബ്രിഡ് ആണെങ്കിലോ, പാരലൽ ഹൈബ്രിഡ് നോക്കിയാൽ വീൽസിലേക്ക് പവർ വരുന്നത് 2 ഡയറക്ഷനിൽ നിന്നും എടുക്കാം നമുക്ക്. ഇതൊരൊറ്റ പവർ ഫ്ലോ ശരിക്കും പറഞ്ഞാൽ സിംഗിൾ യൂണി ഡയറക്ഷനിലാണ്. ഈ കേസിൽ നോക്കിയേ, എഞ്ചിൻ്റെ പവറും നമ്മൾ വീൽസിലേക്ക് ഡ്രൈവ് ചെയ്യുന്നുണ്ട്, മോട്ടറിൽ നിന്ന് വരുന്ന ഇതും നമ്മൾ വീൽസിലേക്ക് ഡ്രൈവ് ചെയ്യും. പ്രോപ്പറായിട്ട് ക്ലച്ച് സിസ്റ്റം വഴി, ട്രാൻസ്മിഷൻ സിസ്റ്റം വഴി, പവർ ട്രാൻസ്മിഷൻ സിസ്റ്റം വഴി നമ്മൾ വീൽസിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇതോ ഇലക്ട്രിക് മോട്ടർ ബാറ്ററിയിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്ത് ഇലക്ട്രിക് മോട്ടർ വഴി നമുക്ക് വീൽസിലേക്ക് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇത് രണ്ടിൽ നിന്നും നമുക്ക് ഒരുമിച്ച് നമുക്ക് ഒരു ഹൈബ്രിഡ് മോഡിൽ പാരലൽ ഹൈബ്രിഡ് എന്നാണ് ഈ കേസിൽ നമ്മൾ പറയുന്നത്. എഞ്ചിനും അതുപോലെ ഇലക്ട്രിക് മോട്ടറും ദേ ആർ കണക്റ്റഡ് ടു ദ wheels, both will be driving the vehicle. ഇതാണ് നമ്മുടെ പാരലൽ ഹൈബ്രിഡ് കേസ്. ഓക്കെ. ഇനി സീരീസ് ആൻഡ് പാരലൽ, ഈ 2 കോമ്പിനേഷനും സീരീസ് ഹൈബ്രിഡും പാരലൽ ഹൈബ്രിഡും കൂടി 2 കേസിലും ഒരുമിച്ച് നമുക്ക് ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു കേസാണ് നമുക്ക് പവർ സ്പ്ലിറ്റ് ഹൈബ്രിഡ് അല്ലെങ്കിൽ സീരീസ് പാരലൽ ഹൈബ്രിഡ് നമ്മൾ പറയും. ഇതിൽ വെഹിക്കിളിന് സെലക്ട് ചെയ്യാം, ഓട്ടോമാറ്റിക്കലി സെലക്ട് ചെയ്യാം ഏത് മോഡിൽ, അതായത് സീരീസ് ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യണോ പാരലായിട്ട് ഓപ്പറേറ്റ് ചെയ്യണോ, ഏതാണ് എഫിഷ്യൻറ്റ് എന്നുള്ളത് ഡിപ്പെൻഡ് ചെയ്ത് ഏത് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് ഇതിൽ നമുക്ക് സ്വിച്ച് ചെയ്യാനൊരു ഓപ്ഷൻ ഉണ്ട്. അതിനാണ് നമുക്ക് ഇവിടെ ഒരു പവർ സ്പ്ലിറ്റ് ഡിവൈസ് അവൈലബിൾ ആയിരിക്കുന്നത്. ഓക്കെ. അപ്പോൾ ഈ 3 മോഡ്സ് നമുക്ക് അല്ലെങ്കിൽ 3 ടൈപ്സ് ഓഫ് HEV ഉണ്ട് എന്ന് ഓർത്ത് വയ്ക്കും. 3 മോഡ്സ് അല്ല, 3 ടൈപ്സ് ആണ് കേട്ടോ. ടൈപ്സ് ഓഫ് HEVs എന്ന് പറയുന്നത് സീരീസ് ഹൈബ്രിഡ്, പാരലൽ ഹൈബ്രിഡ്, അതുപോലെ തന്നെ സീരീസ് പാരലൽ ഹൈബ്രിഡ് മോഡൽസ്. ഓക്കെ. ഈ ഒരു കേസ് ഓർത്ത് വയ്ക്കാം. ഓക്കെ. ഇപ്പോൾ നമ്മൾ ഓപ്പറേറ്റിംഗ് മോഡ് നമ്മൾ പഠിച്ചു. പ്രധാനമായിട്ടും 4 മോഡ്സിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഫസ്റ്റ് മോഡ് എന്ന് പറയുന്നത് ഇലക്ട്രിക് മോഡ് മോട്ടർ മാത്രമാണ്, EV മോട്ടർ മാത്രമാണ് വർക്ക് ചെയ്യുന്നത്. ഇലക്ട്രിക് മോട്ടർ മാത്രം വർക്ക് ചെയ്യുന്ന കേസാണ്. സെക്കൻഡ് മോഡ് എന്തായിരുന്നു? എഞ്ചിൻ മാത്രം വർക്ക് ചെയ്യുന്ന കേസ് നമുക്ക് വേണ്ടി എടുക്കാം. ഹൈബ്രിഡ് മോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇലക്ട്രിക് എഞ്ചിനും വർക്ക് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഇലക്ട്രിക് മോട്ടറും വർക്ക് ചെയ്യുന്നത്. ഇതാണ് ഹൈബ്രിഡ് മോഡ്. പിന്നെ വണ്ടി ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് ബ്രേക്ക് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഡെവലപ്പ് ചെയ്യുന്ന ഹൈബ്രിഡ് എനർജി റിക്കവർ ചെയ്ത് തിരിച്ച് നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണമെങ്കിൽ നമുക്ക് എടുക്കുന്ന കേസാണ് റീജനറേറ്റീവ് ബ്രേക്കിംഗ്. ഇത് കൂടാതെ ബാറ്ററി ചാർജിങ് മോഡ് എന്ന് പറഞ്ഞാൽ എൻജിൻ പ്രോപ്പറായിട്ട് ബാറ്ററി ചാർജ് ചെയ്യുന്നൊരു മെത്തേഡ് നമ്മൾ പഠിച്ചു. ഓക്കെ. ക്ലച്ച് ക്ലോസ് ചെയ്ത് ആ സമയത്ത് മോട്ടോർ വിൽ ബി ആക്ടിങ് ആസ് എ ജനറേറ്റർ ആൻഡ് ചാർജിങ് യുവർ ബാറ്ററി. അപ്പോൾ HEV പഠിക്കുമ്പോൾ എപ്പോഴും നമുക്ക് മാറിപ്പോകുന്നൊരു കേസ് എന്ന് പറഞ്ഞാൽ ഇത് പ്ലഗ് ഇൻ ടൈപ്പ് അല്ല എന്ന് ഓർത്ത് വയ്ക്കുക. പ്ലഗ് ഇൻ ടൈപ്പിലാണ് ബാറ്ററി നമ്മൾ പുറത്തുനിന്ന് ചാർജിങ് പോർട്ടിൽ നിന്നൊക്കെ നമ്മളെ പവർ എടുത്ത് ബാറ്ററി ചാർജ് ചെയ്ത് യൂസ് ചെയ്ത്. HEVയിൽ എങ്ങനെയാണ്? ബാറ്ററി സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചാർജ് ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കായിട്ട് വണ്ടിക്കകത്തുള്ള മെക്കാനിസം വെച്ചിട്ട് തന്നെ എഞ്ചിനിൽ നിന്നോ റീജനറേറ്റീവ് ബ്രേക്കിംഗ് വഴിയോ ചാർജ് ചെയ്യുന്ന കേസ്. ഓക്കെ. ദെൻ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ 20 to 40% ബെറ്റർ ഫ്യൂൽ എക്കണോമി കിട്ടുന്ന കേസാണ് നമ്മുടെ HEVs ആണ്. റീജനറേറ്റീവ് ബ്രേക്കിംഗ് വിൽ ബി ഇംപ്രൂവിങ് ദ എഫിഷ്യൻസി. ഓക്കെ. വേറൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നോ എക്സ്റ്റേണൽ ചാർജിങ് ഈസ് റിക്വയർഡ്. ഓക്കെ. ദീസ് ആർ ദ മെയിൻ അഡ്വാൻറ്റേജസ്. നമ്മൾ മെയിൻ ആയിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അഡ്വാൻറ്റേജസ് മാത്രം നമുക്ക് പറഞ്ഞു പോവാം. ഡിസഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഈ സിസ്റ്റം കുറച്ച് കോംപ്ലക്സ് ആണ്. കാരണം എന്താ, ഏത് മോഡിൽ ഓപ്പറേറ്റ് ചെയ്യണം എന്നുള്ളത് ആ എഫിഷ്യൻസിനെ ഡിപ്പെൻഡ് ചെയ്യും.
അല്ലേ? അപ്പോൾ ഏത് മോഡൽ ഓപ്പറേറ്റ് ചെയ്യുന്നത് നമുക്കൊരു ഇൻ്റലിജൻറ്റ് കൺട്രോളിൻ്റെ ആവശ്യമുണ്ട്. അപ്പോൾ ഈ കേസിൽ ഒരു കോംപ്ലക്സ് സിസ്റ്റം എന്ന് പറയുന്നൊരു കേസ്, ഓൾമോസ്റ്റ് ഒരു കോംപ്ലക്സ് സിസ്റ്റം എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഏത് മോഡൽ ഓപ്പറേറ്റ് ചെയ്താൽ ബെസ്റ്റ് ഔട്ട്പുട്ട് കിട്ടും HEVസിൻ്റെ കേസിൽ, അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടായിരിക്കും ആ വണ്ടി ഇൻ്റലിജൻറ്റ് കൺട്രോൾ ബേസ് ചെയ്തിട്ട് സീരീസ് വേണോ പാരലൽ വേണോ എന്ന് തീരുമാനിച്ചിട്ടായിരിക്കും അത് വണ്ടി ഓപ്പറേറ്റ് ചെയ്യുക. ഓക്കെ, സോ വണ്ടിയിൽ ബാറ്ററി ഉണ്ട്, ഫ്യൂവൽ ടാങ്ക് ഉണ്ട്, IC എഞ്ചിനുണ്ട്. ഓട്ടോമാറ്റിക്കായിട്ട് എന്ത് പറ്റും? വണ്ടി ഹെവിയർ ആയിരിക്കും. ഓക്കെ, ഹെവിയർ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ സ്റ്റാർട്ടിങ് കണ്ടീഷനിലും അതുപോലെ തന്നെ സ്ലോ സ്പീഡ് കണ്ടീഷനിലും മാത്രമേ ശരിക്കും പറഞ്ഞാൽ ഇലക്ട്രിക് മോട്ടർ കംസ് ഇൻ ടു പ്ലേ എന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ലെസ് ഇലക്ട്രിക് ഓൺലി ഡ്യൂറിങ് ഷോർട്ടർ ഡ്രൈവിംഗ് റേഞ്ച് എന്നൊരു കൺക്ലൂഷനിലേക്ക് നമുക്ക് എത്താൻ പറ്റും. ഈ കേസിൽ നമ്മൾ എമിഷൻസിനെ പറ്റി പറയുന്നുണ്ട്. എമിഷൻസ് ബാറ്ററി ഇലക്ട്രിക് വെഹിക്കിൾസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എമിഷൻ ഇതിനകത്ത് കുറച്ചുണ്ട്. കാരണം എന്താ? ഇവിടെ IC എഞ്ചിൻ വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ മെയിനായിട്ടുള്ള ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇനീഷ്യൽ കോസ്റ്റ്, ഹയർ ഇനീഷ്യൽ കോസ്റ്റ്, അത് BEVസിൻ്റെ കേസിലും ഹൈ ഇനീഷ്യൽ കോസ്റ്റ് ഉള്ള കേസാണ്. അപ്പോൾ മെയിനായിട്ട് സിസ്റ്റം കുറച്ച് കോംപ്ലക്സ് ആണ്. പ്രോപ്പറായിട്ട് അതിൻ്റെ കൺട്രോൾ ഫിക്സ് ചെയ്യാൻ നമുക്കൊരു ഇൻ്റലിജൻറ്റ് കൺട്രോൾ മെത്തേഡ് വേണം എന്നുള്ളതാണ് HEVസിൻ്റെ കേസിൽ വരുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഓക്കെ, നൗ നമ്മളിപ്പോഴത്തെ ഓൺ റോഡ്സിൽ അവൈലബിൾ ആയിരിക്കുന്ന കുറച്ച് ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസ് നമുക്ക് നോക്കാം. ഒന്ന് നമ്മുടെ ടയോട്ട പ്രയസാണ്. ഓക്കെ, ടയോട്ട പ്രൈസിൽ തന്നെ നമുക്ക് പ്ലഗ് ഇൻ ടൈപ്പ് അവൈലബിൾ ആണ്, അതുപോലെ തന്നെ ഹൈബ്രിഡ് ടൈപ്പ് അവൈലബിൾ ആണ്. പിന്നെ ഹോണ്ടയുടെ അക്കോർഡ് അവൈലബിൾ ആണ്. ടയോട്ടയുടെ ക്യാമറയുടെ ഹൈബ്രിഡ് ടൈപ്പ്, ഇത് ഈ ടയോട്ട പ്രയസാണ്. ഇത് ഈ ഒരു മോഡൽ കേട്ടോ. ടയോട്ട പ്രയസ് എന്ന് പറയുന്നത് ഈ ഒരു മോഡലാണ്. ഹോണ്ടയുടെ അക്കോർഡ് ഈ ഒരു മോഡൽ. ടയോട്ട ക്യാമറയാണ് ഇത്. ടയോട്ട ക്യാമറയുടെ മോഡൽ. ഹുണ്ടായുടെ എലൻട്ര ആൻഡ് ലാസ്റ്റ് നമ്മുടെ കിയയുടെ നിറോ എന്ന് പറയുന്ന ഹൈബ്രിഡ് മോഡൽ. അപ്പോൾ ഇതിൽ ഈ ഒരു മോഡൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഈ ടയോട്ട പ്രയസിൻ്റെ ഈ മോഡലിൽ നമുക്ക് ഹൈബ്രിഡ് ടൈപ്പും അവൈലബിൾ ആണ്, അതുപോലെ തന്നെ പ്ലഗ് ഇൻ ടൈപ്പും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ റിയൽ ടൈമിൽ നമുക്ക് ഓൺ റോഡ്സിൽ അവൈലബിൾ ആയിരിക്കുന്ന കുറച്ച് മോഡൽസ് കൂടി നമുക്ക് പരിചയപ്പെട്ട് ഇരിക്കണം. അത് ബാറ്ററി ഇലക്ട്രിക് ആയിക്കോട്ടെ, അതുപോലെ തന്നെ പ്ലഗ് ഇൻ ആയിക്കോട്ടെ, ഹൈബ്രിഡ് ടൈപ്പ്, ഏത് നമ്മൾ പഠിക്കുമ്പോഴും കുറച്ച് എക്സാമ്പിൾസ്, റിയൽ ടൈം ആയിട്ടുള്ള എക്സാമ്പിൾസ് കൂടി നമുക്ക് ഓർത്തിരിക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഹൈബ്രിഡ് ഇലക്ട്രിക് വെഹിക്കിൾസിൽ ഡിസ്കസ് ചെയ്യേണ്ട എല്ലാ ടോപ്പിക്സും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, ഡിഫറെൻറ്റ് ടൈപ്സ്. ഓക്കെ, പിന്നെ എപ്പോഴൊക്കെയാണ് ബാറ്ററി ചാർജ് ചെയ്യുന്നത്, അതിൻ്റെ ഒരു ഫ്ലോ, നമ്മൾ 4 മോഡ്സ് ഓഫ് ഓപ്പറേഷൻ പഠിച്ചിട്ടുണ്ട്. ആ മോഡ്സ് ഓഫ് ഓപ്പറേഷന് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക, കുറച്ച് എക്സാമ്പിൾസ് പഠിച്ച് വെക്കുക, ദെൻ അഡ്വാൻറ്റേജസും ഡിസഡ്വാൻറ്റേജസും ഓർത്ത് വയ്ക്കുക. ഓക്കെ, അപ്പോൾ അടുത്ത സെഷനിൽ നമുക്ക് പുതിയൊരു ടോപ്പിക്കായിട്ട് കാണാം. താങ്ക് യു.